മക്കളെ വേഗം വാടാ, വേഗം വാ. 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യണം. വേഗം വാ, സമയം എടുക്കല്ലേ. വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ കൊടുത്തു സാർ. ഓക്കെ, യെസ്. വരുന്നവർ വേഗം എടുത്ത്. എടാ 12 ക്വസ്റ്റ്യൻ എൻ്റെ കയ്യിലുണ്ട്, തീരൂല. സമയം വേണ്ടേ? ആഗ്രഹമില്ലാതല്ല. ഇത് നല്ലൊരു ചോദ്യമാണ്. ഈ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ടെസ്റ്റ് ക്യാൻസൽ ആക്കി വയ്ക്കുന്ന അത് വേണ്ട, അത്ര ബുദ്ധി വേണ്ട. എക്സാമിന് തരുന്നതും എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരിക്കും. യെസ്, സെയിം ആസ്ക്ഡ് ഫോർ മൈ പ്രീ ബോർഡ്. ഓക്കെടാ. എടാ ഇവിടെ വരെ എഴുതിയിട്ടേ ഈ ടേബിൾ സ്ക്രീൻഷോട്ട് ചെയ്തേ, അതാ നല്ലത്. ഇവിടെ വരെ എന്ത് എഴുതി വെച്ചിട്ട് ടേബിൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചേ. അല്ലെങ്കിൽ ടേബിൾ നിങ്ങൾ എന്താ പറയുക, സാമഗ്രികളൊക്കെ എടുത്ത് വന്ന് ചെയ്തു വരുമ്പോഴേക്കും നേരെടുക്കും. Samples of 4 metals A, B, C and D were added one by one to the following solutions. Result obtained were tabulated as follows. യെസ്, സ്ക്രീൻഷോട്ട് ചെയ്താ. ഇത് സ്ക്രീൻഷോട്ട് ചെയ്തെങ്കിൽ ഡാറ്റ അതെ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വന്നില്ല. ക്വസ്റ്റ്യൻ തരാനാ. അവിടെ സ്ലൈഡ് ഇടാ. യെസ്, ഇതത് കളഞ്ഞാൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് വൺ സാർ, നെക്സ്റ്റ് സ്ലൈഡ്. യെസ്, ഓക്കെ. ക്വസ്റ്റ്യൻ എഴുതണം. ഇത് എഴുതിയെടുത്തോ. ഇത് വേണ്ട, ഈ സെന്റൻസ് ഒന്നും വേണ്ട, നിങ്ങൾ ഓപ്ഷൻസ് മാത്രം എഴുതിയാൽ മതി. വിച്ച് ഈസ് ദ ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ? വാട്ട് വുഡ് ബി ഒബ്സർവ്ഡ് ഇഫ് സി ഈസ് ആഡഡ് ടു എ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്? അറേഞ്ച് ദ മെറ്റൽസ് എ ബി സി ഡി ഇൻ ദ ഓർഡർ ഓഫ് ദെയർ ഡിക്രീസിംഗ് റിയാക്ടിവിറ്റി. ഇത് മതി, ഇത്രയും മതി. അത് എഴുതി വെച്ചോ, സ്ക്രീൻഷോട്ട് ചെയ്യണ്ട, അത് എഴുതി വെച്ചോ. അയ്യോ, ഇത് ചെയ്യാനുള്ള നേരം ഉണ്ടാവുള്ളൂ. വേഗം വാ, വേഗം എഴുതു. ക്വിക്ക് ഫാസ്റ്റ് ആവട്ടെ. 12 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ആകെ 6 ക്വസ്റ്റ്യൻ കഴിഞ്ഞുള്ളൂ, പകുതി എത്തിയുള്ളൂ. ടു ബാഡ്. എന്താ? ആ ഉണ്ടടാ, ഉണ്ട്. എടാ സമയമില്ല, കഴിയാത്തവർ സ്ക്രീൻഷോട്ട് ചെയ്യും. 6 മിനിറ്റേ ഉള്ളൂ. 6 മിനിറ്റിലേക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ സമയം വേണം, അതുകൊണ്ടാണ്. കഴിയാത്തവർ സ്ക്രീൻഷോട്ട് ചെയ്യും. ഓക്കെ, ഞാൻ ഇന്ന് നല്ലൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരും, അതെല്ലാവരും ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഒറ്റെണ്ണേ തരുള്ളൂ, പക്ഷെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, സ്ക്രീൻഷോട്ട് ചെയ്തോ. കഴിഞ്ഞ ഡാറ്റ കഴിഞ്ഞു. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ മക്കളെ. എന്താ സംഭവം? ക്വസ്റ്റ്യൻ എന്താ? നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്, 4 സാമ്പിൾസ് എ ബി സി ഡി. ഓക്കെ, അവര് ഓരോരോ സൊല്യൂഷൻസിലോട്ട് ഇട്ടേക്കുന്നു. എ എന്ന് പറയുന്ന മെറ്റല് അയൺ സൾഫേറ്റിലിട്ടു, റിയാക്ഷൻ ഇല്ല. കോപ്പർ സൾഫേറ്റിലിട്ടു, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. സിങ്ക് സൾഫേറ്റിലിട്ടു, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സിൽവർ നൈട്രേറ്റിലിട്ടു, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ബി എന്ന് പറയുന്ന മെറ്റല് അയൺ സൾഫേറ്റിലെ ഡിസ്പ്ലേസ്മെന്റ് തന്നു, കോപ്പർ സൾഫേറ്റിലോ ഒന്നും പറഞ്ഞിട്ടില്ല.
സിങ്ക് സൾഫേറ്റിൽ നോ റിയാക്ഷൻ, സിൽവർ നൈട്രേറ്റിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ദെൻ സി എന്ന് പറയുന്ന ആള് അയൺ സൾഫേറ്റിൽ റിയാക്ട് ചെയ്തില്ല, നോ റിയാക്ഷൻ. കോപ്പർ സൾഫേറ്റിൽ നോ റിയാക്ഷൻ, സിങ്ക് സൾഫേറ്റിൽ നോ റിയാക്ഷൻ, സിൽവർ നൈട്രേറ്റിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ തന്നു. ഓക്കെ, ഡി എന്ന് പറയുന്ന ആള് ഒന്നിലും റിയാക്ഷൻ തന്നില്ല. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ മാറി എന്ന് തോന്നുന്നു. ഓക്കെ, യെസ്, കുഴപ്പമില്ല, ഒന്നിലും റിയാക്ഷൻ തന്നില്ല, 4ലും റിയാക്ഷൻ തന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഒന്നാമത്തത് വിച്ച് വൺ ഈസ് ദ ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ? ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ ഏതാണെന്ന്, ഇതിൽ ഏതാണ് ഏറ്റവും റിയാക്ടിവിറ്റി കുറഞ്ഞുള്ളത്? നോക്കി പറ, ഈ ടേബിൾ നോക്കി പറ, ഏറ്റവും റിയാക്ടിവിറ്റി കുറഞ്ഞത് ഏതാ? പറ, റൈസാൻ ഇത് വാ, റൈസാൻ ഇത് വാ, പറ പറ പറ, ആരെ വിളിക്കാം? വരാത്താണെങ്കിലും റൈസാൻ ഇത് മതി. യെസ്, ഋഷിതേ പറഞ്ഞോ. ഋഷിദിനെ നേരത്തെ വിളിച്ചില്ല. ഋഷിതേ പറഞ്ഞോടാ, പറഞ്ഞു. ഡി ആണ് മക്കളെ. ഡി ഒരാളുമായിട്ടും റിയാക്ട് ചെയ്യുന്നില്ല. അയൺ സൾഫേറ്റിലെ ഡിസ്പ്ലേസ്മെന്റ് തന്നില്ല, കോപ്പർ സൾഫേറ്റിലെ ഡിസ്പ്ലേസ്മെന്റ് തന്നില്ല, സിങ്ക് സൾഫേറ്റിലെ ഡിസ്പ്ലേസ്മെന്റ് തന്നില്ല, സോറി, സിൽവർ നൈട്രേറ്റിലും ഡിസ്പ്ലേസ്മെന്റ് തന്നില്ല. സോ ഡി ആണ് എന്റെ ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ. ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ ഈസ് ഡി. ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ എന്ന് പറയുന്നത് മെറ്റൽ ഈസ് ഡി. ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ഡി ആണ്. ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ഡി ആണ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ അടുത്തത് മക്കളെ ബി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് വുഡ് ബി ഒബ്സർവ്ഡ്? ഓക്കെ, ക്വസ്റ്റ്യൻ. ഓക്കെ, what would be observed if C is added to a solution of copper sulfate? Okay, മക്കളെ C നെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്താൽ, ഓക്കെ, C നെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്താൽ എങ്ങനെയാ? ഈ ക്വസ്റ്റ്യൻ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? C നെയാണോ? ഏതാ ക്വസ്റ്റ്യൻ? If C is added to a solution of copper sulfate, C എന്ന് പറയുന്ന മെറ്റല്, യെസ്, C എന്ന് പറയുന്ന മെറ്റല്. ഓക്കെ, കുഴപ്പമില്ല, C മാറ്റി B ആക്കാം. ഓക്കെ മക്കളെ, C മാറ്റി B ആക്കി, ഇവിടെ C മാറ്റി B ആക്കി, എന്നാലേ റിയാക്ഷൻ നടക്കുള്ളൂ തോന്നുന്നു. ഓക്കെ, ബി ആവേണ്ടി വരും. സി റിയാക്ഷൻ തന്നിട്ടില്ലേ? സി നോ റിയാക്ഷൻ ആണെന്ന് തന്നിട്ടില്ലേ? കോപ്പർ സൾഫേറ്റിൽ നോ റിയാക്ഷൻ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ബി ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതായിരിക്കും, ബി ആയിരിക്കും. ഓക്കെ, യെസ്, ബിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, മക്കളെ ബി കേട്ടോ, ബിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഓക്കെ, ബിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും? പറ, എന്ത് തോന്നുന്നു? ഓക്കെ, ബി ആണ്. യെസ്, ബിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും? പറ. യെസ്, ആരെ വിളിക്കാം? മുഹമ്മദ് സുഹാൻ, പറയടാ. ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ പ്രത്യേകിച്ച്. അപ്പൊ എന്തായിരിക്കും? പാടാ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം മക്കളെ. അയൺ സൾഫേറ്റില് ശ്രദ്ധിക്കണേ. ഓക്കെ, അയൺ സൾഫേറ്റില് നമ്മൾ ബി എന്ന് പറയുന്ന മെറ്റലിനെ ഇട്ടപ്പോ അവരുടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ തന്നു, ശരിയല്ലേ? ആണെങ്കിൽ തന്നതാ. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ കണ്ടീഷൻ എന്താ? റിയാക്ടിവിറ്റി കൂടിയ മെറ്റല് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യും. ദാറ്റ് മീൻസ് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ അയൺ സൾഫേറ്റിനേക്കാൾ അല്ലെങ്കിൽ അയണിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാവണ്ടേ ബിക്ക്? ആണെങ്കിൽ തന്നതാ. യെസ്, അയണിന്റെ ഇനി നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് നോക്കുമ്പോൾ അയണിന്റെ താഴെയല്ലേ കോപ്പർ നിൽക്കുന്നേ? ലാസ്റ്റ് ആണ് കോപ്പർ സിൽവർ ഗോൾഡ് വരുന്നത്. അയണിന്റെ താഴെയല്ലേ കോപ്പർ നിൽക്കുന്നേ? അല്ലെങ്കിൽ അയണിനേക്കാൾ റിയാക്ടിവിറ്റി കുറവല്ലേ കോപ്പറിന്? ആണെങ്കിൽ തന്നതാ. അങ്ങനെയാണെങ്കിൽ അത് കോപ്പറിനെയും ഡിസ്പ്ലേസ് ചെയ്യണ്ടേ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെ ഡിസ്പ്ലേസ് ചെയ്യണ്ടേ? ഡിസ്പ്ലേസ് ചെയ്യുമെങ്കിൽ തന്നതാ, ഡിസ്പ്ലേസ് ചെയ്യും. സോ ദാറ്റ്സ് ദ ആൻസർ. ഓക്കെ, ബി ഡിസ്പ്ലേസസ് അയൺ ഫ്രം iron sulfate, which means it is
more reactive than iron so it displaces copper from copper sulfate CSO4. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ടാറ്റ. യെസ്, ഓക്കെ ആണ്, സെറ്റ് ആണ്. ഓക്കെ, സി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കടാ. ആരാണ് ABCD മെറ്റൽസിനെ അതിന്റെ ഡിക്രീസിങ് ആക്ടിവിറ്റിയുടെ ബേസിസിൽ അറേഞ്ച് ചെയ്യണം? ഓക്കെ, ഡിക്രീസിങ് ആക്ടിവിറ്റി, അതായത് ആക്ടിവിറ്റി കൂടിയത് ആദ്യം, ആക്ടിവിറ്റി കുറഞ്ഞത് ഏറ്റവും അവസാനം. ഓക്കെ, അപ്പോ ഇവിടെ ആരാ റിയാക്ടിവിറ്റി കൂടിയത്? ആരായിരിക്കും റിയാക്ടിവിറ്റി കൂടിയത്? ആരായിരിക്കും? അയൺ. യെസ്, നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിൽ അയേണിന്റെ മുകളിലാണ് ആര് വരുന്നത്? സിങ്ക് വരുന്നത്. ഓക്കെ, സിങ്ക് ഇവിടെ ഓപ്ഷനിൽ ഒന്നുമില്ല. ഓക്കെ, യെസ്, ഇവിടെ ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആരായിരിക്കും? കോപ്പർ, സിങ്ക്. ഓക്കെ, കോപ്പറും സിൽവറിലും ആര് തരുന്നില്ല? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ തരുന്നുണ്ട്. ഓക്കെ, ബി എന്ന് പറയുന്നത് ആരില്? അയൺ സൾഫൈഡ് സൊല്യൂഷനിൽ എന്ത് തന്നിട്ടുണ്ട്? റിയാക്ഷൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പോ ബി ആയിരിക്കും എൻ്റെ ഏറ്റവും കൂടുതൽ റിയാക്റ്റീവായ മെറ്റൽ. ഓക്കെ, റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ബി ആയിരിക്കും. ഓക്കെ, റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ, ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ ഡി അല്ലേ? ആണെങ്കിൽ ടാറ്റതാ, റിയാക്ടിവിറ്റി ഏറ്റവും കുറഞ്ഞ മെറ്റൽ ഡി അല്ലേ? യെസ്. ഇനി രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെ? എയും അതുപോലെ തന്നെ സിയും. ഓക്കെ, എയും സിയും. ഈ ഓപ്ഷനിൽ എയും സിയും എടുത്താൽ ആരായിരിക്കും കൂടുതൽ റിയാക്റ്റീവ്? എ അയൺ സൾഫേറ്റിലെ ഡിസ്പ്ലേസ്മെന്റ് തരുന്നില്ല, ദെൻ കോപ്പർ സൾഫേറ്റിലെ ഡിസ്പ്ലേസ്മെന്റ് തരുന്നുണ്ട്. എ കോപ്പർ സൾഫേറ്റിലെ ഡിസ്പ്ലേസ്മെന്റ് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട്. സിങ്ക് സൾഫേറ്റിലെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ തരുമെങ്കിൽ അത് ഏത് വരും? എ വരില്ല. ഓക്കെ, ദെൻ ബി കഴിഞ്ഞു, ദെൻ സി. ഓക്കെ, ഇത് കുറച്ച് കൊനസ്റ്റാണ്. ഇത് രണ്ട് രീതിയിൽ എഴുതാം. ഓക്കെ മക്കളെ, എ എന്ന് പറയുന്ന ആള് സിങ്ക് സൾഫേറ്റില് ഡിസ്പ്ലേസ്മെന്റ് തരുന്നില്ല എങ്കിൽ എനേക്കാൾ റിയാക്ടിവിറ്റി, യെസ്, എക്ക്, യെസ്. ഓക്കെ, അപ്പോ എ, ദെൻ സി, ദെൻ ഡി. ഓക്കെ, ഇങ്ങനെ ഒന്ന് നോക്കി, ഇപ്പൊ കറക്റ്റായി ഒന്ന് നോക്കി. റിയാക്ടിവിറ്റി ബിയുടെ ഡിസ്പ്ലേസ്മെന്റ് ഏറ്റവും കൂടുതൽ, ദെൻ എ, യെസ്, ദെൻ സി, ദെൻ ഡി. യെസ്. ഓക്കെ മക്കളെ ശ്രദ്ധിക്കും, നോക്കടാ. ഇവിടെ എ എന്ന് പറയുന്നത് സിങ്ക് സൾഫേറ്റിലെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ തരുന്നില്ല എങ്കിൽ, സിങ്ക് സൾഫേറ്റിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നില്ല എങ്കിൽ, ഓക്കെ, സിങ്ക് സൾഫേറ്റിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ ചാൻസ് ഇല്ല, കാരണം അയൺ സൾഫേറ്റിനെ അത് ഡിസ്പ്ലേസ് ചെയ്യുന്നില്ല. അപ്പൊ അത് സിങ്ക് സൾഫേറ്റിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ ചാൻസ് കുറവാണ്, കാരണം അയണിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ് സിങ്കിന്. അപ്പൊ അയണിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നില്ലെങ്കിൽ സിങ്കിനെയും ഡിസ്പ്ലേസ് ചെയ്യില്ല. ഓക്കെ, ദെൻ അടുത്തത് ബി. ബി എന്ന് പറയുന്ന ആള് അയണിലെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഏതില്? സിങ്കില് നോ റിയാക്ഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോ സിങ്കിനേക്കാൾ റിയാക്റ്റീവ് ആയ ഒരു മെറ്റൽ ആണിത്. അപ്പോ ബി എന്ന് പറയുന്നത് എനേക്കാൾ റിയാക്റ്റീവ് ആയ സബ്സ്റ്റൻസ് ആണ്, എനേക്കാൾ റിയാക്റ്റീവ് ആണ്. ഓക്കെ, ഇനി സി നോക്കിയാൽ സി ഇവിടെ ആരുമായും റിയാക്ട് ചെയ്യുന്നതല്ല, സിൽവർ നൈട്രേറ്റ് മാത്രമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എയും സിയും കമ്പയർ ചെയ്യുമ്പോൾ സിയേക്കാൾ റിയാക്ടിവിറ്റി ആർക്ക് വരും? എക്ക് വരും. സോ ദ ഓർഡർ വിൽ ബി ബി ലെസ് ദാൻ എ ലെസ് ദാൻ സി ലെസ് ദാൻ ഡി. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ടാറ്റാ നീ. യെസ്, ഞാൻ ഒന്നുകൂടെ പറയാം. ജസ്റ്റ് എന്താ പറയാ, ഞാൻ തന്ന ക്വസ്റ്റ്യനും ഈ ടേബിളും തമ്മിൽ മാറിപ്പോയി, അതാണ് ഉണ്ടായത്. ഓക്കെ, ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം മക്കളെ. വാ ശ്രദ്ധിക്കും, ഇവിടെ അയേണിനെ നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് സിങ്കിനാണ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ അയേണിനാണ്. അയേണിനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ബി ആണ്. അപ്പൊ ബി ആണ് ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും റിയാക്റ്റീവ് ബി ആണ്.
ദെൻ ഡി എന്ന് പറയുന്ന ആൾ ആരുമായി റിയാക്ട് ചെയ്യുന്നില്ല, അപ്പൊ ഏറ്റവും ലെസ് റിയാക്റ്റീവ് ഡി ആണ്. ഇനി നമുക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്, എയും സിയും. എ എന്ന് പറയുന്ന ആള് അയേൺ സൾഫേറ്റുമായി റിയാക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അയേണിനേക്കാൾ റിയാക്ടിവിറ്റി കുറവാണതിന്. ഓക്കെ. ദെൻ സി എന്ന് പറയുന്ന ആളും അയേണുമായി റിയാക്ട് ചെയ്യുന്നില്ല, പക്ഷെ കോപ്പറുമായും ഡിസ്പ്ലേസ്മെന്റ് തരുന്നില്ല. എ ആരുമായിട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്? കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എയും സിയും കമ്പയർ ചെയ്താൽ ആർക്കായിരിക്കും റിയാക്ടിവിറ്റി കൂടുതൽ? എക്കായിരിക്കും. സോ ബി ലെസ് ദാൻ എ ലെസ് ദാൻ സി ലെസ് ദാൻ ഡി. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ടാറ്റ സൈൻ മാറിയുണ്ടോ? ഓക്കെ. റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ യെസ്, റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ബി, തന്നെ ഏറ്റവും ലാസ്റ്റ് ഡി. യെസ്. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ടാറ്റ യെസ് ഫൈൻ. ഓക്കെ ഓക്കെ യെസ്, ബാക്കിയുള്ളവരെ കണക്ട് ചെയ്യാം. ഓക്കെ, ഹോംവർക്ക് ക്വസ്റ്റ്യൻ കൊടുക്കാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് തോന്നും, പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ കൊനിഷ്ഠ ഉണ്ട്, അതുകൊണ്ടാണ് ഹോംവർക്ക് ആയിട്ട് തരുന്നത്. സോ ഇതിന്റെ സൊല്യൂഷൻ എല്ലാവരും ഒന്ന് നോക്കിയോളൂ കേട്ടോ. ഓക്കെ, സ്ക്രീൻഷോട്ടി. യെസ്, സ്ക്രീൻഷോട്ട് ചെയ്യണം. സ്ക്രീൻഷോട്ട്. മിനിറ്റ് യെസ്, സ്ക്രീൻഷോട്ട് അയക്കാം. മക്കളെ ഇന്ന് എക്സാം ടോപ്പിക് തന്നെ. ഓക്കെ മക്കളെ, നാളെ സോഷ്യലാണ് ക്ലാസ് വരുന്നത്. 7:30 to 9:30 ആണ് ക്ലാസ്. 7 ആണ് അല്ലേ? യെസ് മക്കളെ, 7 മണി കേട്ടോ. 7:30 അല്ല 7 കേട്ടോ. 7 മണിക്കാണ് ക്ലാസ്. നാളെ 7 to 9:30 ആണ് ക്ലാസ് വരുന്നത്. സോഷ്യലാണ്. എക്സാം ഉണ്ടാവും. എക്സാമിന് നിങ്ങൾ പഠിച്ചിട്ട് വരേണ്ടത് എക്കണോമിക്സ് ഫസ്റ്റ് ചാപ്റ്ററും ജോഗ്രഫി 3rd and 4th ചാപ്റ്ററും. ഓക്കെ, ഐ റിപ്പീറ്റ്, എക്കണോമിക്സ് ഫസ്റ്റ് ചാപ്റ്റർ, അതുപോലെ തന്നെ ജോഗ്രഫി 3rd and 4th ചാപ്റ്റർ. ഓക്കെ, കമ്പൈൻ ക്ലാസ് ആയിരിക്കും. സൺഡേ ആസ് യൂഷ്വൽ കമ്പൈൻ ക്ലാസ് ആയിരിക്കും, ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ മക്കളെ, എക്സാം ടൈമാണ്. പാരൻസിനെ വിളിച്ചെടുത്തിരുത്തി. എല്ലാവരും പാരൻസിനെ വിളിച്ചെടുത്തിരുത്തി. വേഗാവട്ടെ. യെസ്, ഞാനത് പറയാനുള്ള റീസൺ 3-4 പേര്. ഓക്കെ, എല്ലാവരും എന്ന് പറയുന്നില്ല, 3-4 പേര് സ്ഥിരം നോ പാരന്റ് ആണ്. ഓക്കെ, പാരൻസ് ഇല്ല കൂടെ. അപ്പോൾ സ്വാഭാവികമായും ആ എക്സാം, നമ്മൾ എക്സാം നടത്തുന്നതിൻ്റെ പർപ്പസ് എന്താ? നമ്മൾ ഇപ്പോൾ ബോർഡ് എക്സാം അഭിമുഖീകരിക്കാൻ പോവാണ്. ആകെ 24 ദിവസമേ ഉള്ളൂ. ഈ 24 ദിവസത്തിന് മുമ്പ് നമ്മൾ തരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ആണ്. ഓക്കെ, ഓരോ ചാപ്റ്റർ വൈസ് ആണ് നമ്മൾ എക്സാംസ് നടത്തുന്നത്. ആ എക്സാം നിങ്ങൾ ഒരു എന്താ പറയുക, ശരിക്കും നിങ്ങൾ ബോർഡ് എക്സാം എടുത്തുന്ന അതേ സീരിയസ്നെസ്സോടെ, അതേ ഒരു കണ്ടീഷനിലൂടെ, അതേ ഒരു മൈൻഡ് സെറ്റോടെ എഴുതിയാൽ മാത്രമേ ഈ എക്സാം എന്ന് പറയുന്ന പ്രൊസീജിയർ കൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ? അഡ്വാൻറ്റേജ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ നോ പാരൻസ് അനുവദിക്കാറില്ല. പക്ഷേ ചില റീസൺസ് കാരണം, ചില അത്യാവശ്യ റീസൺസ് പറയുന്നത് കൊണ്ട് നമ്മൾ അത് എന്താ പറയുക, അലോ ചെയ്യാറുണ്ട്. പക്ഷേ ഇനി തൊട്ട് അത് ഒരിക്കലും
എന്ത് ചെയ്യാൻ പോകുന്നില്ല, അലോ ചെയ്യാൻ പോകുന്നില്ല. കാരണം എക്സാം ടൈമാണ്, നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട സമയമാണ്. അതുകൊണ്ട് നിർബന്ധമായും പാരൻസ് കൂടെ ഉണ്ടാവണം. ഇപ്പോൾ പാരൻസ് കൂടെ ഇല്ലാത്ത ആൾക്കാർ മാക്സിമം പാരൻസിനെ വേഗം തന്നെ വിളിച്ചടുത്തിരുത്താൻ ശ്രമിക്കുക. ഇനി തൊട്ട് ക്ലാസ്സസ്, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇനി തൊട്ടുള്ള ഈ 24 ദിവസങ്ങളിലെ നമ്മുടെ ക്ലാസ്സസിൽ എക്സാംസ് ഉള്ള ദിവസങ്ങളിലെല്ലാം പാരൻസ് കൂടെ ഉണ്ടാവണം, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ എക്സാംസ് എഴുതിക്കില്ല. ഓക്കെ, പാരൻസും അതിൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കുട്ടികൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവരുടെ കൂടെ അടുത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കുട്ടികളുടെ എന്താ പറയുക, ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അവർക്ക് എവിടെയാണ് വീക്ക്നെസ്, എവിടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. സോ എക്സാം ടൈം ആയതുകൊണ്ട് ദയവേത് ആ ഒരു സമയം അവർക്ക് വേണ്ടി മാറ്റിവെക്കാനായിട്ട് ഒരു അരമണിക്കൂർ മാറ്റിവെക്കാൻ ശ്രമിക്കുക. നല്ലൊരു കാര്യമാണത്. ഓക്കെ, അപ്പോൾ പാരൻസ് കൂടെ അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പോൾ നിങ്ങൾ വിളിക്കേണ്ടതും, കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പാരൻസിനെ വിളിക്കേണ്ടതും ഇൻഫോം ചെയ്യേണ്ടതും നിങ്ങളുടെ ചുമതലയാണ്. പാരൻസും അതിനനുസരിച്ചൊന്ന് കോപ്പറേറ്റ് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എക്സാം തുടങ്ങാം. 10 മാർക്ക് എക്സാം ആണ്. എക്സാം ഓവർ ടു യു.